ഹായ് ഫ്രണ്ട്സ്, ഹോം ഗാലറിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി പുക്കാട്ടുപിടി എന്ന ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഇന്ന് നമ്മളുള്ളത്. ഒത്തിരി താമസക്കാരുള്ള ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ പുതുതായി നിർമ്മിച്ചിരിക്കുന്ന ഒരു 4 ബെഡ്റൂം വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും ഇടപ്പള്ളിയിലേക്കും 12 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 7 കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിലേക്ക് 6 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 5 കിലോമീറ്ററും തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം 1/2 കിലോമീറ്ററുമാണ്. 4 മീറ്ററോളം വീതിയിൽ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ക്ലാഡിംഗ് സ്റ്റോണുകളൊക്കെ കൊടുത്ത് മനോഹരമായൊരു ചുറ്റുമതിലും നമുക്കിവിടെ കാണാം. GI ട്യൂബിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്ലൈഡിംഗ് ഗേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ വിശാലമായ മുറ്റത്തേക്കാണ്. 2 SUV കാറുകൾ സുഖമായി പാർക്ക് ചെയ്യാവുന്ന വലിയൊരു പാർക്കിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. കോബിൾ സ്റ്റോൺസ് ആണ് ഈ വീടിന്റെ മുറ്റത്ത് മുഴുവനായി വിരിച്ചിരിക്കുന്നത്. വീടിന്റെ എലവേഷൻ ഭംഗിയാക്കുന്നതിനായി നല്ലൊരു ക്ലാഡിംഗ് സ്റ്റോൺ വർക്കൊക്കെ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ശുദ്ധമായ ഗ്രൗണ്ട് വാട്ടർ ലഭിക്കുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ പ്രധാന ജലസ്രോതസ്സായി യൂസ് ചെയ്യുന്നത് ഈ വീടിന്റെ കിണർ തന്നെയാണ്. കൂടാതെ KWA കണക്ഷനും ഈ ഭാഗത്ത് അവൈലബിൾ ആണ്. ഗ്രാനൈറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി വീടിന്റെ അകത്തേക്കൊന്ന് കടന്നുതരാം. മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. ഒരു ഡബിൾ ഹൈറ്റഡ് ഏരിയയ്ക്കാണ് ബിൽഡർ ഇവിടെ ഗസ്റ്റ് ലിവിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ നിർമ്മിച്ചിരിക്കുന്ന ഭംഗിയുള്ളൊരു TV യൂണിറ്റും ഒരു ഭാഗത്തായി നമുക്ക് കാണാം. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. വളരെ വിശാലമായൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി ഇടാവുന്നത്ര വലിപ്പത്തിലാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി നല്ല പ്രീമിയം ലുക്കിൽ തന്നെയാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നതും. പാനലിന് വർക്കൊക്കെ കൊടുത്ത് മോഡേൺ ലുക്കിലുള്ള ഒരു വാഷ് കൗണ്ടറാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കൗണ്ടറിനോട് തൊട്ട് ചേർന്ന് തന്നെ ഗാർഡൻ ഏരിയയിലേക്ക് ഇറങ്ങുന്നതായിട്ടുള്ളൊരു സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ കിച്ചണിലേക്കാണ്. ക്രോക്കറി യൂണിറ്റിനായി നല്ല ഭംഗിയാക്കി തന്നെയാണ് ഇവിടെ ഷെൽഫുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കിച്ചനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് ബ്ലൂ ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനാണ് കിച്ചൺ കബോർഡിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. താഴ്ഭാഗത്തും മുകൾ ഭാഗത്തുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർക്കായി ബിൽഡർ ഇവിടെ ഒരു ചിമ്മിണി കൂടി നൽകിയിട്ടുണ്ട്. കൂടാതെ LED പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്ത് നല്ലൊരു സീലിംഗും കാണാം. ഫ്രിഡ്ജിനായി ഡെഡിക്കേറ്റഡ് സ്പോട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 12 അടിയോളം വലിപ്പം വരുന്ന ഒരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബെഡ്റൂമിന്റെ ഒരു ഭാഗത്തായി ഭിത്തി മുഴുവനായി വരുന്ന വലിയൊരു കബോർഡ് വർക്കും നമുക്ക് കാണാം. ബേ വിൻഡോയും ഇവിടെ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയാക്കി തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ബെഡ്റൂമിന് കൊടുത്തിരിക്കുന്നത്. സെറ ബ്രാൻഡിന്റെ പ്രീമിയം ഫിറ്റിംഗ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കടന്നിലുള്ളത് ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ്. 12 അടിയോളം വലിപ്പം വരുന്ന ഒരു ബെഡ്റൂമാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. കൂടാതെ വലിയൊരു വാർഡ്രോബും നമുക്കൊരു ഭാഗത്തായി കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ബാത്റൂം വെറ്റ് ആൻഡ് ഡ്രൈ ആക്കി സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതും നമുക്ക് കാണാം. വീടിന്റെ താഴത്തെ നിലയിലെ വിശേഷങ്ങൾ നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി നേരെ ഈ വീടിന്റെ 1ാമത്തെ നിലയിലേക്കൊന്ന് പോയി നോക്കാം. GI ട്യൂബിൽ വുഡൻ ടോപ്പ് കൊടുത്താണ് ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നത്. വുഡൻ ഫിനിഷുള്ള ടൈൽസാണ് സ്റ്റെയർവേയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മനോഹരമായൊരു ഷാൻലിയർ നമുക്ക് ഈ വീടിന്റെ സ്റ്റെയർവേയിൽ കാണാം. വുഡൻ ഫ്ലോറിംഗ് കൊടുത്തുകൊണ്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഡബിൾ ഹൈറ്റഡ് ഏരിയയും വരുന്നത് ഈ ഭാഗത്ത് തന്നെയാണ്. നല്ല മനോഹരമായ ഒരു ഹാങ്ങിങ് ലൈറ്റ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയുടെ ഒരു ഭാഗത്തായി ബിൽഡർ TV യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി വീടിന്റെ യൂട്ടിലിറ്റി സ്പേസ് ഒന്ന് കണ്ടു നോക്കാം. 8 അടി നീളവും 8 അടി വീതിയും വരുന്നൊരു യൂട്ടിലിറ്റി ഏരിയയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി നേരെ ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. താഴത്തെ ബെഡ്റൂം പോലെ തന്നെ നല്ല വിശാലമായ ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. കൂടാതെ ഒരു ഭിത്തി മുഴുവനായി ബേവിൻ്റെയൊക്കെ കൊടുത്തുകൊണ്ടുള്ള 4 പാളികൾ വരുന്ന വലിയ വാർഡ്രോബാണ് ഈ റൂമിൽ നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ബെഡ്റൂമിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ ഒരു ചെറിയ ബാൽക്കണി കൂടി ബിൽഡർ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ്. 12 അടിയോളം നീളം വരുന്ന ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. റൂമിന്റെ ഒരു ഭാഗത്തായി വാർഡ്രോബ് എല്ലാം ബിൽഡർ നൽകിയിട്ടുണ്ട്. ഈ വീട്ടിലെ 4 ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ആക്കി തന്നെയാണ് ബിൽഡർ കൊടുത്തിരിക്കുന്നത്. അവസാനമായി നമ്മൾ ഇനി കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ മെയിൻ ബാൽക്കണിയിലേക്കാണ്. വളരെ വിശാലമായ ഒരു മെയിൻ ബാൽക്കണി തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏകദേശം 12 അടിയോളം വലിപ്പമാണ് ഈ വീടിന്റെ മെയിൻ ബാൽക്കണിക്ക് വരുന്നത്. മുകൾ ഭാഗത്ത് പാനലിൽ വർക്കൊക്കെ കൊടുത്ത് നല്ല മനോഹരമായ ഒരു ഡിസൈൻ തന്നെയാണ് ബാൽക്കണിക്ക് നൽകിയിരിക്കുന്നത്. ഈ വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്.
ഒത്തിരി താമസക്കാരുള്ള ഈ വലിയ വില്ല കമ്മ്യൂണിറ്റിയിൽ 5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം കൂടാതെ യൂട്ടിലിറ്റി ഏരിയ കൂടി നൽകി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 1,10,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് നേരിൽ കാണാനായോ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായോ നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി എത്തുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.